അങ്ങനെ നമ്മളെ ഗൗരിയുടെ കല്യാണമായി ഗൈസ്. നമ്മളെ സ്കൂൾ ടീമിലെ ആദ്യത്തെ അറേഞ്ച് മാരേജ്. ഇതിന്റെ ഇടയിലും നമ്മളറിയാതെ ആരുടെയൊക്കെയോ കല്യാണം നടന്നു. ഇന്ന് കല്യാണത്തിന്റെ തലേദിവസം എല്ലാരും കൃത്യം 4 മണിക്ക് തന്നെ ഓഡിറ്റോറിയത്തിൽ എത്തണമെന്ന് പ്ലാൻ ചെയ്തു. 6 മണിക്കെങ്കിലും അവിടെ എത്താൻ പറ്റി. വേണ്ടടാ ഇവളുമാർക്ക് കൊച്ചുങ്ങളും പോയി. ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പോഴും കൊച്ചാണ്. ഇവക്കാണെങ്കിൽ കൊച്ചായിട്ടാണ് ഞാൻ കല്യാണം കഴിഞ്ഞെന്ന് ഒരറിയാം. ഇവളങ്ങ് ദൂരെയായിരുന്നു. ഓരോന്നും പല സമയത്താണ് വരുന്നത്. എന്റെ വീട്ടിലുള്ളവരൊക്കെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു. ഒരു വീട്ടിലാണെങ്കിലും പല വഴിക്കാണ് വരുന്നതും പോണം. ഒരുവിധം എല്ലാരും വന്നതിന് ശേഷം ഗൗരിനെ കാണാൻ വേണ്ടി ഭയങ്കര തിരക്കായിരുന്നു കല്യാണത്തിന്. അതുകൊണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നമ്മളൊരു ഫ്രെയിം ആയിരുന്നു സെറ്റ് ചെയ്ത് കൊടുക്കും. കല്യാണമൊക്കെ അവൾ 1 മാസം മുന്നേ പറഞ്ഞെങ്കിലും ഗിഫ്റ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്ന തലേ ദിവസം വരുന്നു. ഭയങ്കര കൃത്യനിഷ്ഠതയുള്ള ഫ്രണ്ട്സ്. നാരങ്ങയൊക്കെ തന്നിട്ട് നാളെ വരണേ എന്ന് പറഞ്ഞു. അതൊക്കെ എന്തോന്ന് പറച്ചില്. എന്തായാലും നമ്മൾ എത്തിയിരിക്കും. 2 ദിവസവും സെയിം ഓഡിറ്റോറിയത്തിലായോണ്ട് അവിടെ നിന്നാലോ എന്ന് ഒരു പ്ലാൻ ചെയ്തവരാണ് നമ്മൾ. അപ്പൊ പിന്നെ കല്യാണത്തിന് പോവാതിരിക്കൂ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മെയിൻ പരിപാടിയിലോട്ട്. ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. കുറെ സമയം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ഇരുന്നു. അകത്ത് ഫുഡ് അടി കഴിച്ചിട്ട് പുറത്തും പോയി കഴിച്ച്. എല്ലാരും വീടിന്റെ അടുത്തൊക്കെ ഉള്ളതാണ്. കാണാൻ പറ്റുന്നത് ആരെങ്കിലും ഒക്കെ കല്യാണത്തിനൊക്കെ ആയിരിക്കും. ഡെയിലി മെസ്സേജ് അയച്ചില്ലെങ്കിലും വിളിച്ചില്ലെങ്കിലും കാണുമ്പോ പണ്ടത്തെ അതേ വൈബാണ്. കാര്യം മനസ്സിലായില്ലേ? വട്ട് അത് തന്നെ. കേൾക്കാൻ കൊള്ളാവുന്ന വല്ലോണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിൽ വോയിസ് എങ്കിലും കൊടുക്കായിരുന്നു. പക്ഷെ ഒരു നിവർത്തിയില്ല കൈ. പിന്നെ കുറെ നേരം അവിടെ നിന്ന് ഓരോരുത്തരെ കുറ്റം പറച്ചില്ല. നീ കനത്തടി, നീ മെലിഞ്ഞടി, ഡ്രസ്സ് കൊള്ളാടി, കൊള്ളൂലടി, അതൊക്കെ തന്നെ ആയിരുന്നു. ഞാനാണിപ്പോ ഇവരെ കൂട്ടത്തിലെ നീലക്കുയിലും പച്ചക്കുയിലും ഇല്ല. അവസാനം ടാറ്റാ ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് നേരെ നൈനയുടെ വീട്ടിൽ പോയി. അവളെ ബർത്ത്ഡേ ആയതുകൊണ്ട് വീട്ടിൽ കേക്ക് ഉണ്ടെന്ന്. അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ പൊക്കിക്കൊണ്ട് എന്റെ വീട്ടിലോട്ട് പോയി. കല്യാണത്തിന് അണിഞ്ഞൊരുങ്ങ ഉള്ളതാ. അപ്പൊ ഓക്കെ.